മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. Here is your man behind your success. It's me, Ashik sir. Just begin. So മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ടെക്നിക് ആണ്, പ്ലസ് ഇതൊരു ടൈം മാനേജ്മെന്റ് ടെക്നിക് കൂടിയാണ്. സോ ദാറ്റ് ഈസ് പോമഡോറോ ടെക്നിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി പോമഡോറോ ടെക്നിക് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടൈം മാനേജ്മെന്റ് മെത്തേഡ് ആണ്. നമ്മൾ ബേസിക്കലി ഇതിൽ ചെയ്യാൻ പോകുന്നത് 25 മിനിറ്റ്സ് എന്ത് ചെയ്യുന്നു, നല്ല കോൺസെൻട്രേറ്റഡ് ആയി ഒരു കാര്യം പഠിക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, പിന്നെയും 25 മിനിറ്റ്സ് പഠിക്കുന്നു. ഈ ഒരു സൈക്കിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ 4 ടൈംസ് 25 മിനിറ്റ്സ് പഠിക്കുന്നു, ദെൻ 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു, 25 മിനിറ്റ്സ് പഠിക്കുന്നു, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു. ഈ ഒരു സൈക്ലിക്കൽ പ്രോസസ് ആണ് ബേസിക്കലി പോമഡോറോ ടെക്നിക് എന്ന് പറയുന്നത്. ബേസിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ സ്റ്റഡി ടെക്നിക് ആണ്. നമ്മൾ ഈ ഒരു അപ്രോച്ചിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ, നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാംസിലൊക്കെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബിക്കോസ് എന്താണ്, നമ്മൾ ഇതിൽ ബേസിക്കലി 25 മിനിറ്റ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രേക്ക് എടുക്കുകയാണ്, റിലാക്സ് ചെയ്യാണ്. സോ ഇതിൽ മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോഡി ഒന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം, ഒന്ന് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് നമുക്ക് റിലാക്സ് ആയിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ബട്ട് ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കണം, നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫോൺ സ്ക്രോൾ ചെയ്യാനോ റീൽസ് കാണാനോ പാടില്ല. അത് നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആക്കും. അതർവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള എന്തെങ്കിലും വെള്ളം കുടിക്കുക, എന്തെങ്കിലും ഒക്കെ ചെയ്യാം. ദെൻ എന്ത് ചെയ്യാം, നിങ്ങൾ പിന്നെയും സ്റ്റഡിയിലേക്ക് വരിക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ബേസിക്കലി സംഭവിക്കുന്നതാണ്, നിങ്ങളുടെ ബ്രെയിൻ വളരെ ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രഷ് ആയിട്ട് കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനും പഠിക്കാനുള്ള ഒരു മൂഡിലേക്ക് വരുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. സെക്കൻഡ് കാര്യം എന്നാണ് ടൈം അവയർനെസ് ആണ്. ടൈം അവയർനെസ് അല്ലെ, ഈ 25 മിനിറ്റ്സിനുള്ളിൽ എന്ത് ചെയ്യണം, എനിക്ക് ഇത്രയും പോർഷൻസ് പഠിച്ച് കഴിയണം, അല്ലെങ്കിൽ ആ ഒരു ഡിറ്റർമിനേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായിരിക്കും, ടാർഗറ്റ് ഓറിയന്റഡ് ആയിരിക്കും അല്ലെ, ഒരു ഗോൾ ഓറിയന്റഡ് ആയി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആർ വെരി ഹൈ. അതാണ് അതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ദെൻ എന്താണ്, ഹെൽപ്സ് മാനേജ് പ്രൊക്രാസ്റ്റിനേഷൻ അല്ലെ, നമ്മളിങ്ങനെ നാളെ 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 എന്ന് പറയുന്ന സംഭവമില്ലേ, പ്രൊക്രാസ്റ്റിനേഷൻ അങ്ങനെ മാറ്റിവെക്കുക എന്നുള്ള ഒരു പ്രോസസ്സിനെയും ഒഴിവാക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ എന്റെ എല്ലാ കുഞ്ഞുമക്കളും എന്ത് ചെയ്യുക, ഈ ഒരു ടെക്നിക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്യണം. പോമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യുക. സോ യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. സോ സെറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, പോമഡോറോ ടെക്നിക്ക് കൂടാതെ ടൈം മാനേജ് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ ടെക്നിക്കുകളാണ് യൂസ് ചെയ്യാറെന്നുള്ള കാര്യം സോ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.